ഗവർണർ വീണ്ടും മാസായിരിക്കുകയാണ്. സത്യത്തിൽ ഗവർണർ RSSകാരനായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുകയാണ്. ADGP വന്നപ്പോൾ തന്നെ വിളിച്ചിട്ട് എൻ്റെ സുരക്ഷ പഴയ ആളുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അവരെ തന്നെ മര്യാദയ്ക്ക് കൊണ്ട് നിർത്തിയില്ല എങ്കിൽ ഞാനൊരു വരവ് വരും, പിന്നെ ആ വരവ് ADGPക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് പറഞ്ഞ് ADGPയെ കണ്ണുരുട്ടി വിട്ടപ്പോൾ ADGP മാറ്റിയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നാക്കി. അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല ഗവർണർക്കാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോയാൽ നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ ആരാണ് എന്ന് പിണറായി കാണും എന്നുള്ള ഒരു താക്കീത് പറയാതെ ഗവർണർ പറഞ്ഞു. പിന്നീട് ഇപ്പോൾ നയപ്രഖ്യാപനത്തിൽ ഗവർണർ കേന്ദ്രത്തിനെതിരെയുള്ള നയപ്രഖ്യാപനങ്ങൾ വായിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായിക്കാതിരുന്നാൽ പറയും വായിച്ചില്ല എന്ന്, വായിച്ചാൽ പറയും വായിച്ചെന്ന്. ഗവർണർ എല്ലാം അങ്ങ് വായിച്ചു കൊടുത്തു. ഇനി ഇവിടെ ചർച്ചയ്ക്കൊന്നും വലിയ പ്രസക്തിയില്ല, ഞാൻ പറയേണ്ടത് പറയുക തന്നെ ചെയ്ത് ആർക്കെതിരെയാണെങ്കിലും എന്നുള്ള നിലപാട് ഗവർണർ സ്വീകരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ തൃക്കാക്കര MLA ഉമാ തോമസിനെ കാണാനായി ഗവർണർ ആശുപത്രിയിലേക്ക് എത്തുന്നു. സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു. സത്യത്തിൽ ഒരു വേറിട്ട വഴിയിലൂടെയുള്ള സഞ്ചാരം തന്നെയാണ് ഗവർണർ നടത്തുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല, അല്ലേ? തീർച്ചയായിട്ടും. കാരണം കേരളത്തിലെ ഗവർണർമാരൊക്കെ ഇവിടെ വന്ന് ചാർജ് എടുത്ത് രാജ്ഭവനിൽ ഇരിക്കുക, വളരെ അപൂർവം ചില ചടങ്ങുകൾക്ക് മാത്രം പോവുക, സർക്കാർ പറയുന്ന ഫയലുകളിൽ ഒപ്പിടുക എന്നത്. അപ്പോൾ അവർക്ക് സർക്കാരിൻ്റെ എല്ലാ സേവനങ്ങളും കിട്ടും, സർക്കാർ കൊടുക്കാവുന്നതിലപ്പുറത്തേക്ക് അവരെ ബഹുമാനിക്കും, കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ ഒരു പാവഭരണം എന്ന് പറയുന്ന പോലെ ഗവർണർമാരുടെ ഒരു പവർ, ഗവർണർ എന്ന് പറയുന്ന നോമിനി റബ്ബർ സ്റ്റാമ്പാണെന്നൊക്കെ പറയുമ്പോഴും ഗവർണർക്ക് ഗവർണറുടേതായ അധികാരങ്ങളും പവറും ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്ത ഒരു ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, P സദാശിവം ഉൾപ്പെടെയുള്ള ഗവർണർമാരുടെ കാലഘട്ടത്തിൽ നിന്ന് ഒരു മാറ്റം ആര് വന്നപ്പോൾ ഉണ്ടായി? ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോൾ ഉണ്ടായി. അവിടെ നിന്നാണ് ഒരു ഗവർണർ എന്ന പദവി മൊത്തത്തിൽ അങ്ങ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇങ്ങനൊരു ആളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന നയപ്രഖ്യാപനമൊക്കെ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രി രാജിവെക്കുമ്പോൾ, മുഖ്യമന്ത്രി രാജിവെക്കുമ്പോൾ പിരിച്ചുവിടുമെന്നൊക്കെ പറയുന്ന സമയത്താണ് ഗവർണർ എന്ന വാക്ക് പോലും നമ്മൾ പ്രസക്തമായി തീരുന്നത്. പക്ഷേ അതിലൊക്കെ അപ്പുറത്തേക്കായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു കടന്നു വരവ്. അദ്ദേഹം വരുന്നു, അദ്ദേഹത്തിൻ്റെ ശക്തമായ നിലപാടുകൾ, സമരം ചെയ്യുന്ന സമയത്ത് SFIക്കാരോട് ഇറങ്ങി വന്നിട്ട് എന്നാൽ പിന്നെ നിങ്ങളെ ഉണ്ടാക്കുക എന്ന നിലയിലുള്ള കാര്യങ്ങൾ വരുന്നു. അത് മാത്രമായിരുന്നില്ല, കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയത്തിൽ, സാംസ്കാരിക പരിപാടികളിൽ, വ്യക്തിപരമായ വിയോഗങ്ങളിലൊക്കെ അവിടെയൊക്കെ ചെന്നെത്താൻ ആർക്ക് കഴിഞ്ഞു? ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം കൊയിലാണ്ടിയിൽ അടുത്ത് പിന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു, കുറച്ച് പഴയ ഒരു സാംസ്കാരികപരമായിട്ടൊക്കെ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്നൊരു പള്ളി. അത് സന്ദർശിച്ചുകൊണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങളൊക്കെ ആരംഭിച്ചത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഈ അമ്പലങ്ങൾ, അതുപോലെ തന്നെ സാംസ്കാരിക പരിപാടികൾ, ആളുകൾ, ഇത്തരം ആളുകളിലേക്ക് ഒക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നു ചെല്ലുകയും ആ പരിപാടികളിലൊക്കെ ഗവർണറുടെ സാന്നിധ്യം ഉണ്ടാവുകയും, ഗവർണർ ഇറങ്ങിയാൽ ഒരു ഇറക്കമാണ് എന്നുള്ള രീതിയിലേക്ക് പോലീസുകാരൊക്കെ അതിൻ്റെ പുറകെ പോവേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരുന്നു. ശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നു. തിരിച്ചു വന്ന ഗവർണർ, അത് പകരം വന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, അദ്ദേഹം ഞാൻ പറയുന്നത് വളരെ കൃത്യമായ ഒരു RSS ലൈനിൽ തന്നെ പോകുന്നൊരു മനുഷ്യനാണ്, സ്വാത്വികനായ മനുഷ്യനാണ്. അദ്ദേഹം ആരോടും വിരോധമില്ലാത്ത, ആരോടും അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് ഇങ്ങനെ എക്സ്പോസായിട്ട് സംസാരിക്കുക എന്ന് പറയും, നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് സംസാരിക്കുക എന്ന് പറയുമല്ലോ, ആ രീതിയിലൊന്നും സംസാരിക്കാത്ത, പൊട്ടിത്തെറിക്കാത്ത ഒരു സൈലൻ്റായി പോകുന്ന മനുഷ്യൻ. പക്ഷേ ആ സൈലൻറ്റിന് എത്രത്തോളം പിന്നെ കാഠിന്യമുണ്ട്, ആ അടി, സൈലൻ്റായി അടിക്കുന്നവർ എത്രത്തോളം അടിയാണ്, ഏത് രീതിയിലാണ് അടിക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് തന്നെ ആർലേക്കർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാനവികതയുടെ ഒരു അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഒക്കെ ഒരു കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഉമാ തോമസ് MLA ആർലേക്കർ കാണുന്നത്. റിനൈ മെഡിസിറ്റിയിൽ കഴിഞ്ഞ ദിവസം, ഇന്നലെ ആർലേക്കർ വന്നിരുന്നു. ആർലേക്കർ വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ വീഴുന്ന വീഡിയോ ഞാൻ കണ്ടു, വല്ലാതെ ഭയന്നു എന്നാണ് എനിക്ക് പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഉമാ തോമസ് പറയുന്നത്, എനിക്ക് ആ കാര്യം ഓർമ്മയില്ല, ഞാനിങ്ങനെ വീഴുന്നത് ഓർമ്മയില്ല, പരിപാടിക്ക് പോകുന്നത് പോലും ഓർമ്മയില്ല, പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അത് ഓർത്തിട്ട് വലിയ കാര്യമൊന്നും കിട്ടാനില്ലല്ലോ, നമുക്ക് പുതിയ കാലത്തെക്കുറിച്ച്, പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം, ഇനി വരും സമയങ്ങളെക്കുറിച്ച് ചിന്തിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡോക്ടർമാരോടും സംസാരിക്കും. കാരണം ഒരു ഗവർണർ വരുമ്പോൾ ചില ഗവർണർമാരുടെ അടുത്തേക്കൊന്നും ഭയങ്കരമായ സെക്യൂരിറ്റി ഒക്കെ വെച്ചിട്ട് വലിയതായിരുന്നു. പക്ഷെ അവിടെ ഡോക്ടർമാരോടൊക്കെ വളരെ കൂളായി സംസാരിക്കുന്ന, ന്യൂറോ ഡിസീസിനെ പറ്റി സംസാരിക്കുന്ന ഒരു ആർലേക്കറാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഡോക്ടർ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു രാമൻ ഉണ്ണിപ്പോളക്കുളം എന്ന് പറയുന്ന റിനൈ മെഡിസിറ്റിയിലെ ഡോക്ടർ, ആ ഡോക്ടറാണ് ഉമാ തോമസിൻ്റെ കരുതലുമായി ബന്ധപ്പെട്ട് അവരെ കൈപിടിച്ച് നടത്തുന്നതും. ഡോക്ടർ തന്നെ കൂടെ നിൽക്കുന്നുണ്ട് പലപ്പോഴും. നല്ലൊരു ഡോക്ടറാണ്.
പുള്ളിക്കാരൻ പറഞ്ഞ് പല കാര്യങ്ങളും പറയുമ്പോൾ അത് കൃത്യമായി കേട്ടിരിക്കുന്ന ഒരു ഗവർണറെയാണ് നമ്മൾ കാണുന്നത്. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ എനിക്ക് ടൈമില്ല, എനിക്ക് ഇതൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞു പോകാമല്ലോ. പക്ഷെ ഒരു വ്യക്തി താല്പര്യത്തിൻ്റെ പുറത്ത് ഒരു മാനവികതയുടെ കരുതലിൻ്റെ ഒരു വ്യക്തിത്വം ഏറ്റവും നല്ല രീതിയിൽ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലാണ് അർലേക്കർ അവിടെ ആ ഒരു രീതി കൂടെ പെരുമാറിയത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. അതായത് ഗവർണർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റബ്ബർ സ്റ്റാമ്പായി ഇരിക്കേണ്ട ആളല്ല. ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടാനും ഒരുപാട് വിഷയങ്ങളിൽ പ്രതികരിക്കാനും ഒക്കെയുള്ള ആളാണ് എന്ന് കൂടെ തെളിയിക്കുകയാണ് അർലേക്കറും ആരിഫ് മുഹമ്മദ് ഖാനും ഒക്കെ. ഒരു വിഷയം വരുന്ന സമയത്ത്, ഒരു പ്രശ്നം വരുന്ന, ഇപ്പം ഞാൻ പറയാം, വയനാട്ടിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടിരുന്നു. ഇടിമുറിയിൽ വെച്ച് കൊല്ലപ്പെട്ടൊരവസ്ഥയുണ്ടായിരുന്നു. സിദ്ധാർത്ഥൻ വെറ്റിനറി കോളേജിൽ ക്രൂരമായി കൊന്നുകളഞ്ഞു ആ കുട്ടിയെ. കാര്യം വെള്ളം പോലും കൊടുക്കാതെ മരിക്കുന്ന സമയത്ത് പിന്നെ ആമാശയത്തിൽ ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 4 ദിവസമായിട്ട് വെള്ളം കുടിക്കാത്ത ഒരാൾക്ക് മാത്രമാണ് അംശം ഈ ആമാശയത്തിൽ ഉണ്ടാവാതിരിക്കുക. അപ്പോൾ അത്രയ്ക്ക് ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞ ഒരു കേസ്. ആ കേസ് എന്തായി എന്നുള്ളത് വേറെ, അതവിടെ നിൽക്കട്ടെ. ആ കേസിൻ്റെ പുറത്ത് വളരെ ശക്തമായി പ്രതികരിച്ചിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പോൾ അതുപോലെ ഈ അർലേക്കർ ചില നിലപാടുകളും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. ഇനിയും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഇനി നമ്മൾ ഇതുവരെ അപ്രതീക്ഷിതമായി നിൽക്കുകയാണല്ലോ. ഉമാ തോമസ് പുതിയൊരു മീൻസ് അദ്ദേഹം വന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാത്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹം അത് കാണുന്നു, അദ്ദേഹം തേടി പിടിക്കുന്നു, അദ്ദേഹം അവിടെ പോകണമെന്ന് പറയുന്നു, അവരെ കാണുന്നു. അതൊക്കെ ഒരു നല്ല ലക്ഷണമാണ്, നല്ല മാറ്റമാണ്. നമ്മൾ രാഷ്ട്രീയത്തിൽ അപ്പുറം വ്യക്തികളുടെ ഒരു എന്താ പറയുക, ഒരു പിന്നെ വ്യക്തികൾക്ക് സ്ഥാനം കൊടുക്കുന്നവർ. ഇപ്പോൾ ആർലേക്കർ എന്ന് പറയുന്നത് RSSകാരനാണ്, ഉമാ തോമസ് എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ്സുകാരിയാണ്. അവിടെ RSS കോൺഗ്രസ് എന്നുള്ളതല്ല. ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ സംസ്ഥാനത്തെ ഒരു MLA ആണ്. ആ MLAക്കൊരു അത്യാഹിതം സംഭവിച്ചപ്പോൾ അവരെ സന്ദർശകർ കാണേണ്ട സമയത്ത് ഞാൻ ചെന്ന് കണ്ട് അവർക്കൊപ്പമാണ്, ഞങ്ങളെല്ലാവരും നിങ്ങൾക്കൊപ്പമുണ്ട്, ഒരു ധൈര്യം കൊടുത്ത്, ഒരു കരുതൽ കൊടുത്ത്, ഒരു സംരക്ഷണം കൊടുത്ത് നിങ്ങൾ ധൈര്യമായി തിരിച്ചു വരൂ, പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരൂ, നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്ത് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഗവർണറെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സത്യത്തിൽ ആർലേക്കറുടെ ഇന്നലെ തന്നെ ആർലേക്കർ കഴിഞ്ഞ ദിവസം ഏതൊരു പുസ്തക പ്രകാശനത്തിൽ ആർലേക്കർ പറഞ്ഞു, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വേണം പ്രവർത്തിക്കുവാനുള്ളത്. അല്ലാതെ നമ്മൾ അകത്തിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക തന്നെ വേണം. അത് കറക്റ്റാണ് ആ കാര്യം, ശ്രീധരൻപിള്ളയുടെ പുസ്തക പ്രകാശനങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ പിന്നെ ഗവർണർ നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ്. നമ്മൾ പിന്നെ രാഷ്ട്രീയത്തിൽ ശത്രുക്കൾ ഉണ്ടാകാം, പക്ഷെ വ്യക്തിപരമായ ആരും ശത്രുക്കളല്ല. എല്ലാവരും സുഹൃത്തുക്കളാണ്, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ഒരേ പിന്നെ രീതിയിൽ സ്നേഹം പങ്കുവയ്ക്കുന്നവരാണ്. അപ്പോൾ പങ്കുവയ്ക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ടാകും, പക്ഷെ എല്ലാവരും ഒരുപോലെയാണ്, ഒരേ രീതിയിലുള്ളവരാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സന്ദേശം കൂടി. ഇത് ഈ വെട്ടിച്ചാവാനും കത്തിക്കുത്ത് നടത്താനും ഒക്കെ നടക്കുന്ന കുറേ പേരുണ്ടല്ലോ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ. ഇവിടെ നിന്ന് ഒരാളെ കൊല്ലുമ്പോൾ അവിടെ നിന്ന് മറ്റൊരാളെ കൊല്ലുന്ന രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം. മറ്റേ സെൽഫിക്കൊരു രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നത് പോലെ കൊലപാതകത്തിനുമുണ്ടൊരു രാഷ്ട്രീയം. അതുപോലെ ആ കൊലപാതക രാഷ്ട്രീയം നടത്തുന്ന ആളുകൾ വേണം ഇത് കണ്ടു പഠിക്കാൻ എന്നുള്ളത്. രാഷ്ട്രീയമൊക്കെ ശരി, RSSും കോൺഗ്രസും CPMും RSSും കോൺഗ്രസും ഒക്കെ അങ്ങ് നിൽക്കട്ടെ, വ്യക്തികളായി കാണും. നിങ്ങൾ ആശയങ്ങൾ പ്രചരിപ്പിക്കൂ. നിങ്ങളുടെ ആശയങ്ങളായിരിക്കില്ല എൻ്റെ ആശയങ്ങൾ, ഞാൻ വിശ്വസിക്കുന്ന ആശയങ്ങളായിരിക്കില്ല നിങ്ങൾ വിശ്വസിക്കുന്ന ആശയങ്ങൾ. അത് പറഞ്ഞ് ജനങ്ങളെ നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമോ അതുപോലെ എനിക്ക് എൻ്റെ ആശയങ്ങളെയും ഞാൻ പ്രചരിപ്പിക്കട്ടെ. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയപരമായുള്ള പോരാട്ടങ്ങളാകാം. അത് കത്തിയെടുത്ത് ഒരുത്തൻ്റെ കഴുത്ത് വെട്ടുന്ന രീതിയിലേക്കുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിലാവരുത് എന്നുള്ളത് കാണിച്ചു തരികയാണ് കേരളത്തിൻ്റെ പുതിയ ഗവർണറായ പിന്നെ ആർലേക്കർ, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ എന്ന് മാത്രമേ പറയുന്നു. തീർച്ചയായും.